അപ്പം ഞാനിന്നിവിടെ ഒരു സൂപ്പർ ടേസ്റ്റി ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ സാൽമൻ്റെ ഒരു ഫിലെ മേടിച്ചിട്ടുണ്ട്. സാൽമൻ്റെ ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ അതിനൊട്ടും ഉളുമ്പില്ല. നമുക്കിതിൻ്റെ തൊലി ഇവിടെ ഇത് പറിച്ച് കളഞ്ഞാൽ നല്ല ഫിലെ കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് കറി വെക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫിഷ് ബിരിയാണി ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്താൽ വളരെ ടേസ്റ്റിയാണ്. അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്കത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ ആദ്യം ഇതിൻ്റെ തൊലി പൊളിക്കാൻ വേണ്ടിയിട്ട് 1-2 മണിക്കൂർ ഫ്രീസറിനകത്തോട്ട് വെക്കുകയാണ്. അപ്പോൾ ഫ്രീസറിനകത്ത് വെച്ച് ഇതിൻ്റെ മോൾ ഭാഗമൊക്കെ ഒന്ന് ചെറുതായിട്ട് ഫ്രീസ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിത് എടുത്താൽ പെട്ടെന്ന് തൊലി പൊളിച്ച് കളയാൻ പറ്റും. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇങ്ങനെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് നമ്മുടെ ആവശ്യമനുസരിച്ചുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതിൽ നിന്നൊരു 1/2 കിലോയോളം എടുത്തിട്ട് ഞാൻ നമ്മുടെ ഫിഷ് ബിരിയാണി ഉണ്ടാക്കുകയാണ്. ബാക്കി ഞാനിവിടെ മാറ്റി വെച്ചേക്കും. എന്നിട്ട് അതുകൊണ്ട് ഞാൻ നല്ലൊരു ഫിഷ് കറി ഉണ്ടാക്കും. ഇപ്പോൾ ബിരിയാണിക്ക് വേണ്ടി 1/2 കിലോ സാൽമൺ എടുത്തു. പിന്നെ 3 സവോള, 3 തക്കാളി, 3-4 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ പീസ് ഇഞ്ചി, 2 പച്ചമുളക്, 2 ബേ ലീവ്സ്, 5-6 ഗ്രാമ്പു, 4 ഏലക്ക, അതുപോലെ ഒരു വലിയ പീസ് കറുവാപ്പട്ട. ഇതിൻ്റെ കൂടെ കുറച്ച് കൊറിയാണ്ടർ ലീവ്സും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 250 ml തേങ്ങാപ്പാലാണ്. അതുപോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ തൈരും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങയുടെ നീരും ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾ ഓയിലും. അതുപോലെ മസാലയ്ക്ക് ആവശ്യമായ പൊടികളും ഞാൻ ഇവിടെ കുറച്ച് എടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ്. അപ്പം നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സാൽമൺ കിട്ടാത്തവർക്ക് എന്തെങ്കിലും നല്ല കട്ടിയുള്ള മീൻ മതിയാവും. മുള്ളില്ലാത്ത മീനായിരിക്കണമെന്ന് മാത്രം. ഒരു സവോള ഞാനിങ്ങനെ ചോപ്പ് ചെയ്തെടുത്തു. തക്കാളിയും ഇതുപോലെ ഞാൻ കട്ട് ചെയ്തു. പിന്നെ 2 സവോള ഞാനിങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഗ്രേറ്റ് ചെയ്തും വെച്ചു. സാൽമൺ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഈ വലിപ്പത്തിൽ കട്ട് ചെയ്തത് മതിയാവും. നമുക്കാദ്യം ഈ മീനൊന്ന് മാറിനേറ്റ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരുപാട് മുരിച്ചെടുക്കണ്ട, ചെറിയൊരു രീതിയിൽ വറുത്തെടുത്താൽ മതി. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇതിനകത്തോട്ടിട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിങ്ങനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം നമുക്കിതൊരു 15 തുടങ്ങി 30 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വെച്ചേക്കാം. അപ്പോൾ ഈ മീൻ മാറ്റി വെച്ച ശേഷം ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് കുറച്ച് കാഷ്യൂ നട്ടും കുറച്ച് ഉണക്കമുന്തിരിയും നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ പോവാണ്. അത് രണ്ടും
വറുത്ത കോരിയ ശേഷം ഞാൻ അതിനകത്തോട്ട് ബേ ലീവ്സ് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിനകത്ത് നമുക്ക് സവോള ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഉള്ളി നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതൊന്ന് നല്ലപോലെ മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് അത് മുരിഞ്ഞ് കിട്ടും. ഇത് നല്ലപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കിത് കോരി മാറ്റിയെടുത്ത് വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ ബാക്കി വരുന്ന ആ നെയ്ക്കകത്തോട്ട് നമ്മൾ കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് കൊടുത്തുകൊണ്ട് നമ്മൾ അതിനകത്ത് ആ മീൻ വറുത്തെടുക്കാൻ പോവാണ്. ഇത് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. നമ്മളിത് ഒത്തിരി വേവിച്ചെടുക്കുന്നില്ല. പിന്നീട് ഇത് ഗ്രേവി ഉണ്ടാക്കിയ ശേഷം നമ്മൾ അതിനകത്ത് ആ ഗ്രേവിക്കകത്തിട്ട് ഇതൊന്നുകൂടെ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഗ്രേവി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ചട്ടിക്കകത്തുനിന്ന് ഒരു പകുതി എണ്ണ മാറ്റി വെച്ചു. ബാക്കി എണ്ണയ്ക്കകത്തോട്ട് കുറച്ച് ഗ്രാമ്പും കുറച്ച് കറുവാപ്പട്ടയും അതുപോലെ തന്നെ ആ ഏലക്ക 4-5 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുവാണ്. അതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ അതിൻ്റെ ആ അരോമയൊക്കെ ഒന്ന് കിട്ടി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് ബേ ലീവ്സും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും മുളകും ഒക്കെ കൂടി ഇട്ട് നമുക്കതൊന്ന് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടെ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ചോപ്പ് ചെയ്തിട്ടിരുന്ന സവോള ഞാൻ ചേർക്കാൻ വിട്ടുപോയായിരുന്നു. അതും കൂടെ ഇപ്പം ഞാൻ ഈ കൂട്ടത്തിലോട്ട് ഇട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് ഇത് വഴറ്റിയെടുത്ത ശേഷം നമുക്കതിനകത്തോട്ട് തക്കാളിക്കായും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ ശേഷം നമുക്കതിനകത്തോട്ട് നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കാം. അതിന് മുമ്പ് പൊടിയൊക്കെ കരിഞ്ഞു പോകാതിരിക്കാൻ നമുക്ക് ഈ ചൂടൊന്ന് ഇച്ചിരി കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി വീണ്ടും അതിനകത്തോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി വെക്കുന്ന ഗരം മസാല ഉണ്ട്, അതിൻ്റെ ഒരു 1.5 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതില്ലെങ്കിൽ ബിരിയാണി മസാല ഇട്ടാലും മതിയാവും. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്ര ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് അതിനകത്തോട്ട് ഒരു നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് 1 മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് അതിനകത്തോട്ട് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് തിളച്ച് ഇച്ചിരി ഒന്ന് വറ്റിയ ശേഷം നമുക്കതിനകത്തോട്ട് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അത് പുളി അനുസരിച്ച് നമ്മളൊരു 2-3 ടേബിൾ സ്പൂൺ തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുവാണ്. നമുക്കതിനകത്തോട്ട് കുറച്ച് കൊറിയാൻഡറും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഗ്രേവി ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ആ മീനും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് അത് കുറച്ച് സമയം വേവിച്ചെടുക്കുകയാണ്. ഞാനൊരു 5-8 മിനിറ്റ് ഞാനിത് ചെറു തീയിൽ ഒന്ന് മൂടി വെച്ച് കൊടുത്തുകൊണ്ട് വേവിച്ചെടുക്കുകയാണ്. ഈ മീൻ റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്ക് ചോറ് വെക്കാനുള്ള കാര്യങ്ങൾ ഇപ്പം നോക്കാം. ഇവിടെ ചോറിനായിട്ട് ഞാൻ 1/2 കിലോ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം ഞാനതൊരു 20 മിനിറ്റ് ഒന്ന് കുതിരാൻ വയ്ക്കുകയാണ്. ഇപ്പോൾ സാമാന്യം വലിപ്പമുള്ള ഒരു പോട്ടിനകത്തോട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് ഞാൻ അത് തിളയ്ക്കാൻ വയ്ക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ഏലക്കായും കുറച്ച് കറുവാപ്പട്ടയും കുറച്ച് ബേ ലീവ്സും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ്. പിന്നെ ഞാനൊരു ഇച്ചിരി നാരങ്ങാനീര് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച ശേഷം നമുക്കതിനകത്തോട്ട് അരി ഇട്ട് കൊടുക്കാം. അത് ഞാൻ നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ അരിപ്പയ്ക്കകത്ത് അരിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് അതിനാവശ്യത്തിന് ഉള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റോളം മതിയാവും ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ചോറ് വെന്ത ശേഷം ഞാനതൊരു അരിപ്പയിൽ ഊറ്റിയെടുത്തു. അപ്പം നമ്മുടെ മീനും ഇതിനകം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ മുമ്പേ മാറ്റി വെച്ചിരുന്ന ആ എണ്ണ ബട്ടറും എണ്ണയും കൂടെ മിക്സ് ചെയ്തിരുന്നത് ഞാനതിൻ്റെ ഒരു ചട്ടിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഏറ്റവും താഴത്തെ ലെയറായിട്ട് ഞാൻ ആദ്യമേ കുറച്ച് മീൻ നിരത്തി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ചോറും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ സവോളയും കുറച്ചിട്ട് കൊടുക്കുകയാണ്. ഞാൻ വറുത്ത് വെച്ചിരുന്ന സവോളയും ഉണക്കമുന്തിരിയും അതുപോലെ
അണ്ടിപ്പരിപ്പും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു. അത് എന്നിട്ട് ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി ലെയറുകളും ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഫിഷ് ബിരിയാണി ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇതിനൊരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് തരാനും മറക്കരുത്. താങ്ക് യു വെരി മച്ച്.